ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റെപ്പ് ടു ഡ്രീം. 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 8ാമത്തെ അധ്യായമാണ്. 8ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം, സാമൂഹ്യശാസ്ത്രത്തിലെ 8ാമത്തെ അധ്യായം ഗംഗാ സമതലത്തിലേക്ക്. പേരിൽ നിന്ന് തന്നെ എന്താണ് ഇതിനകത്ത് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് പഠിക്കാം. ഇന്ത്യ എന്ന വിസ്മയം രചിച്ച വ്യക്തി, അദ്ദേഹം ഒരു ചരിത്രകാരനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം: ഏത് പ്രശസ്ത ചരിത്രകാരൻ്റെ പുസ്തകമാണ് ഇന്ത്യ എന്ന വിസ്മയം? എ.എൽ. ബാഷാം. എ.എൽ. ബാഷാമിൻ്റെ പുസ്തകമാണ് ഇന്ത്യ എന്ന വിസ്മയം. ആര്യന്മാർ സംസ്കൃത ഭാഷയാണ് സംസാരിച്ചിരുന്നത്. ആര്യന്മാർ ഏത് ഭാഷയാണ് സംസാരിച്ചിരുന്നത്? സംസ്കൃത ഭാഷയാണ് സംസാരിച്ചിരുന്നത്. ഈ സംസ്കൃത ഭാഷ എന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യൻ ഭാഷകളിൽ ഒന്നാണ്. സംസ്കൃതം. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യ കൃതി എന്ന് പറയുന്നത് ഋഗ്വേദമാണ്. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ദേവേന്ദ്രൻ്റെ വേട്ടപ്പട്ടിയാണ് സരമ. അപ്പോൾ ആരാണ് സരമ? ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ഒരു കഥാപാത്രം അല്ലേ? ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ദേവേന്ദ്രൻ്റെ വേട്ടപ്പട്ടിയാണ് സരമ. ആര്യന്മാരെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് സപ്തസൈന്ധവ പ്രദേശത്ത് എത്തിച്ചേരാൻ സഹായിച്ചത് കുതിരകളും ഭാഗങ്ങളെ കെട്ടിയ രഥങ്ങളുമാണ്. ആര്യന്മാർ ഇന്ത്യയിൽ വന്നതാണല്ലോ അല്ലേ? അപ്പോൾ ആര്യന്മാരെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് എന്ന് പറയുമ്പോൾ നിങ്ങളത് ഗസ് ചെയ്തോളണം ഏത് ഭാഗമാണെന്ന്. ഓക്കെ, മുകൾ ഭാഗം അല്ലേ? വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുമ്പം സപ്തസൈന്ധവ പ്രദേശമാണ്. ഈ സപ്തസൈന്ധവ പ്രദേശത്ത് ആര്യന്മാരെ എത്തിച്ചേരാൻ സഹായിച്ചത് കുതിരകളെ കെട്ടിയ രഥങ്ങളുമാണ്. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പാണ് ആര്യന്മാർ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗമായ സപ്തസൈന്ധവ പ്രദേശത്ത് എത്തിച്ചേർന്നത്. ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? 3500 വർഷങ്ങൾക്ക് മുമ്പാണ് ആര്യന്മാർ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗമായ സപ്തസൈന്ധവ പ്രദേശത്ത് എത്തിച്ചേർന്നത്. ഏത് വേദത്തിൽ നിന്നാണ് സപ്തസൈന്ധവ പ്രദേശത്തെ ആര്യന്മാരുടെ ജനജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യ കൃതി ഏതാണ്? ഋഗ്വേദമാണ്. അപ്പോൾ ഋഗ്വേദത്തിൽ നിന്നാണ് സപ്തസൈന്ധവ പ്രദേശത്തെ ആര്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത്. ഓക്കെ, യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയവർ സംസാരിച്ചിരുന്ന ഭാഷയാണ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്. യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയവർ അല്ലെങ്കിൽ ചേക്കേറിയവർ സംസാരിച്ചിരുന്നത് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജാണ്. അപ്പോൾ നമ്മുടെ ഋഗ്വേദത്തിൽ നിന്നാണ് സപ്തസൈന്ധവ പ്രദേശത്തെ ആര്യന്മാരുടെ ജനജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ആര്യന്മാരുടെ ഗോത്രത്തലവനെ സഹായിക്കാനുള്ള ഗോത്രസഭകളാണ് വിധാത, സഭ, സമിതി. അപ്പോൾ വിധാത, സഭ, സമിതി എന്നിവ എന്താണ്? ആര്യന്മാരുടെ ഗോത്രത്തലവന് അല്ലെ? ആര്യന്മാർക്കൊരു ഗോത്രത്തലവനുണ്ടായിരിക്കും. അപ്പോൾ ആ തലവന് സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗോത്രസഭകളാണ് വിധാത, സഭ, സമിതി. ഈ വിധാത, സഭ, സമിതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോത്രസഭകളാണ്. ആരുടെ ഗോത്രസഭകളാണ്? ആര്യന്മാരുടെ ഗോത്രസഭകളാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ആര്യന്മാരുടെ ഗോത്രത്തലവനെ സഹായിക്കാനുള്ള ഗോത്രസഭകളാണ് വിധാത, സഭ, സമിതി. ക്ലിയർ ആയല്ലോ? ആര്യന്മാരുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് കൃഷി, കന്നുകാലി വളർത്തൽ. അപ്പോൾ ആര്യന്മാർക്ക് പ്രധാന തൊഴിലുകളായിട്ടുണ്ടായിരുന്നത് കൃഷിയും കന്നുകാലി വളർത്തലുമാണ്. ക്ലിയറായിട്ട് പഠിച്ചോണം. കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി ആര്യന്മാർ യുദ്ധങ്ങൾ നടത്തിയിരുന്നു. ഈ യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് ഗവിഷ്ടി എന്നാണ്. കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി, കന്നുകാലികൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് മേച്ചിൽപ്പുറങ്ങൾ വേണം അല്ലേ? അപ്പോൾ ഇവയ്ക്ക് രണ്ടിനും വേണ്ടിയിട്ട് ആര്യന്മാർ യുദ്ധങ്ങൾ നടത്തിയിരുന്നു. ഈ യുദ്ധങ്ങൾ അറിയപ്പെട്ടിരുന്നത് എന്താണ്? ഗവിഷ്ടി എന്നാണ്. അപ്പോൾ ഇവിടെ പ്രധാന തൊഴിൽ കൃഷിയും കന്നുകാലി വളർത്തലുമാണ്. അതിനു വേണ്ടി തന്നെ ഇവർ യുദ്ധങ്ങൾ നടത്തിയിരുന്നു. ആ യുദ്ധങ്ങളാണ് ഗവിഷ്ടി. ക്ലിയർ ആയല്ലോ? സിന്ധു നദിയുടെ പോഷക നദികളാണ് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. ചലം, ചിനാബ്, ബിയാസ്, രവി, സത്ലജ്. അപ്പോൾ സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ചലം, ചിനാബ്, ബിയാസ്, രവി, സത്ലജ്. ക്ലിയർ ആയല്ലോ? സിന്ധു നദിയും അതിൻ്റെ 5 പോഷക നദികളും സരസ്വതി നദിയും ചേർന്നതാണ് സപ്തസൈന്ധവ പ്രദേശം. സപ്തം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 അല്ലേ? അപ്പോൾ 5 പോഷക നദി, പിന്നെ സിന്ധു നദി 6, പിന്നെ സരസ്വതി 7. ഇവ ഇത്രയും ചേർന്നാണ് സപ്തസൈന്ധവ പ്രദേശം. സിന്ധു നദി, അതിൻ്റെ 5 പോഷക നദികൾ, സരസ്വതി നദി, ഇവയുടെ പ്രദേശങ്ങൾ, ഇവ ഒഴുകുന്ന പ്രദേശങ്ങളൊക്കെ ചേർന്നാണ് സപ്തസൈന്ധവ പ്രദേശം എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? ഋഗ്വേദ കാലത്ത് സമൂഹത്തെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിരുന്നത്.
അവരാണ് പുരോഹിതന്മാർ, സേനാനികൾ, സാധാരണക്കാർ. അപ്പോൾ ഋഗ്വേദ കാലത്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തെ വേർതിരിച്ചിരുന്നത് അല്ലെങ്കിൽ തരംതിരിച്ചിരുന്നത്? തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഋഗ്വേദ കാലത്ത് സമൂഹത്തെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരുന്നു. അവയാണ് പുരോഹിതർ, സേനാനികൾ, സാധാരണക്കാർ. ഇവരുടെ പ്രധാന ദൈവം ഇന്ദ്രനായിരുന്നു. പിന്നെ അഗ്നി, വരുണൻ, മരുത്, സൂര്യൻ ഇവയൊക്കെ മറ്റ് ദൈവങ്ങളായിരുന്നു. പക്ഷേ പ്രധാന ദൈവം എന്ന് പറയുന്നത് ഇന്ദ്രനാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആര്യന്മാരുടെ പ്രധാന ദൈവം എന്ന് പറയുന്നത് ആരാണ്? ഇന്ദ്രനാണ്. സപ്തസൈന്ധവ പ്രദേശത്ത് നിന്ന് ആര്യന്മാർ ഗംഗാ സമതലത്തിലേക്ക് വ്യാപിക്കാൻ തുടങ്ങിയത് BCE 1000 നൂറ്റാണ്ടോടുകൂടിയാണ്. അപ്പോൾ BCE 1000 സപ്തസൈന്ധവ പ്രദേശത്ത് നിന്ന് ആര്യന്മാർ എവിടേക്ക് കുടിയേറാൻ തുടങ്ങി അല്ലെങ്കിൽ എവിടേക്ക് വ്യാപിക്കാൻ തുടങ്ങി? ഗംഗാ സമതലത്തിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. ക്ലിയർ ആയോ? സപ്തസൈന്ധവ പ്രദേശത്ത് നിന്ന് ആര്യന്മാർ ഗംഗാ സമതലത്തിലേക്ക് വ്യാപിക്കാൻ തുടങ്ങിയത് ഏത് നൂറ്റാണ്ടോടുകൂടിയാണ്? BCE 1000. കാരണം ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ജനസംഖ്യാ വർധനവായപ്പോൾ ഒരു സമൂഹത്തിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ സപ്തസൈന്ധവ പ്രദേശത്തു നിന്ന് എവിടേക്ക് മാറാൻ തുടങ്ങിയത്? ഗംഗാ സമതലത്തിലേക്ക് മാറാൻ തുടങ്ങിയത്. കാലഘട്ടം എന്ന് പറയുന്നത് BCE 1000. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആര്യന്മാരുടെ പ്രധാന ആയുധങ്ങൾ നിർമ്മിച്ചത് ഇരുമ്പ് കൊണ്ടായിരുന്നു. ഏത് ലോഹം കൊണ്ടായിരുന്നു? ഇരുമ്പ് കൊണ്ടായിരുന്നു. ക്ലിയർ ആയല്ലോ? BCE 1000 മുതൽ 600 വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത് വേദങ്ങളിൽ നിന്നാണ്. ഓക്കെ, BCE 1000 മുതൽ 600 വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? വേദങ്ങളിൽ നിന്നുമാണ്. ഈ പിൽക്കാല വേദങ്ങളാണ് യജുർവേദം, സാമവേദം, അഥർവവേദം. ആദ്യത്തെ വേദം എന്ന് പറയുന്നത് ഋഗ്വേദം. പിന്നെ പിൽക്കാല വേദങ്ങളാണ് യജുർവേദം, സാമവേദം, അഥർവവേദം. ഗംഗാ സമതലത്തിലെ ജനങ്ങൾ ഉപയോഗിച്ച ഇരുമ്പായുധങ്ങളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലങ്ങളാണ് ജോധ്പുര രാജസ്ഥാനിലാണ്, അത്രാഞ്ചിഖേഡ ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും അത്രാഞ്ചിഖേഡ. ഭഗവൻപുര ഹരിയാനയിലാണ് ഭഗവൻപുര. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഗംഗാ സമതലത്തിലെ ജനങ്ങൾ ഉപയോഗിച്ച ഇരുമ്പ് ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലങ്ങളാണ് ജോധ്പുര രാജസ്ഥാൻ, അത്രാഞ്ചിഖേഡ ഉത്തർപ്രദേശ്, ഭഗവൻപുര ഹരിയാന. ക്ലിയർ ആയല്ലോ? കൃഷിയുടെ വ്യാപനത്തോടെ ആര്യന്മാർ സ്ഥിരവാസമുള്ള ഗോത്ര സമൂഹങ്ങളായിട്ട് മാറി. ഓക്കെ, കൃഷിയുടെ വ്യാപനത്തോടെ ആര്യന്മാർ സ്ഥിരവാസമുള്ള ഗോത്ര സമൂഹമായിട്ട് മാറി. ഈ ഗോത്രത്തലവന്മാർ എന്തായിട്ട് മാറി? രാജാക്കന്മാരായിട്ട് മാറി. ഗോത്രത്തലവന്മാർ പിന്നെ രാജാവായി. നാടോടികളായ ആര്യന്മാർ സ്ഥിരതാമസമാക്കിയ പ്രദേശം ജനപദം എന്നറിയപ്പെട്ടു. ഓക്കെ, നാടോടികളായ ആര്യന്മാർ സ്ഥിരതാമസമാക്കിയ പ്രദേശം എന്തെന്നറിയപ്പെട്ടു? ജനപദം എന്നറിയപ്പെട്ടു. ഓക്കെ, ഈ രാജഭരണം ഞാൻ പറഞ്ഞില്ലേ, ഗോത്രത്തലവന്മാർ ആരായിട്ട് മാറി? രാജാവായി മാറി. ഈ രാജഭരണം പിന്നെ പരമ്പരാഗതമായിട്ട് വന്നു. കൃഷിഭൂമി സംരക്ഷിക്കുന്നതിന് പകരമായി കർഷകർ രാജാവിന് ഉൽപാദനത്തിൻ്റെ ഒരു പങ്ക് നികുതിയായി നൽകുന്ന രീതിയാണ് ബലിയും ഭാഗയും. എന്താണ്? കൃഷിഭൂമി സംരക്ഷിക്കുന്നതിന് പകരമായി ആര് സംരക്ഷിക്കും? രാജാവ് അല്ലേ? അപ്പോൾ കൃഷിഭൂമി സംരക്ഷിക്കുന്നതിന് പകരമായി കർഷകർ ആർക്ക്? രാജാവിന് ഉൽപാദനത്തിൻ്റെ ഒരു പങ്ക് എന്തോന്നായി കൊടുത്തിരുന്നു? നികുതിയായി നൽകിയിരുന്നു. ഈ രീതി ബലി ഭാഗ എന്നറിയപ്പെട്ടു. ബലി ഒന്ന്, ഭാഗ മറ്റൊന്ന്, ഇങ്ങനെ അറിയപ്പെട്ടു. ഗംഗാ സമതലത്തിലെ ആര്യന്മാർ 4 വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. അതാണ് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഗംഗാ സമതലത്തിലെ സമൂഹത്തിൽ ദാസ്യവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവരാണ് ശൂദ്രർ. 4ാമത്തെ വിഭാഗമായിട്ടുള്ള ശൂദ്രർ ഗംഗാ സമതലത്തിലെ സമൂഹത്തിൽ ദാസ്യവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവരാണ്. അതുപോലെ തന്നെ ഗംഗാ സമതലത്തിലെ സമൂഹത്തിൽ കച്ചവടം, കൃഷി, കന്നുകാലി വളർത്തൽ എന്നിവയിൽ ഏർപ്പെട്ടിരുന്നത് വൈശ്യരാണ്. അപ്പോൾ വൈശ്യരുടെ തൊഴിലെന്ന് പറയുന്നത് കച്ചവടം, കൃഷി, കന്നുകാലി വളർത്തൽ. ഓക്കെ, അതുപോലെ തന്നെ ഗംഗാ സമതലത്തിലെ സമൂഹത്തിലെ പുരോഹിതർ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ ബ്രാഹ്മണരാണ്. ഗംഗാ സമതലത്തിലെ ഭരണാധികാരികൾ, സേനാനികൾ എന്നിവർ ക്ഷത്രിയ വിഭാഗത്തിൽ പെടുന്നു. അപ്പോൾ ഓർഡർ അനുസരിച്ച് പറയുവാണെങ്കിൽ ബ്രാഹ്മണർ പുരോഹിതന്മാരായിരുന്നു, ക്ഷത്രിയർ ഭരണാധികാരികളും സേനാനികളുമായിരുന്നു, വൈശ്യർ കച്ചവടം, കൃഷി, കന്നുകാലി വളർത്തൽ ചെയ്തിരുന്നു, ശൂദ്രർ ദാസ്യവൃത്തി ചെയ്തിരുന്നു. ഇത്രയുമാണ്. ഓക്കെ, അതുപോലെ തന്നെ
പ്രധാനമായിട്ട് കുറേ കച്ചവട നഗരങ്ങൾ വളർന്നു വന്നു. ഈ കച്ചവട നഗരങ്ങളെന്ന് പറയുന്നത് രാജഗൃഹം, ശ്രാവസ്തി, വൈശാലി, ബനാറസ്, കുശിനഗരം, കൗസംബി. ഓക്കെ, ഏതൊക്കെയാണ് പ്രധാന കച്ചവട സംഘങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ കച്ചവട നഗരങ്ങളെന്ന് പറയുന്നത്? രാജഗൃഹം, ശ്രാവസ്തി, വൈശാലി, ബനാറസ്, കുശിനഗരം, കൗസംബി. ഇത് വളർന്നതോടെ വൈശ്യർ സമ്പന്നരായിട്ട് മാറുകയും ചെയ്തു. ഈ വൈശ്യർ സമ്പന്നരായാലും താഴ്ന്ന സ്ഥാനം തന്നെയാണ് അവർക്ക് ലഭിച്ചിരുന്നത്. ഓക്കെ, ഇനി ഗംഗാസമതലത്തിലെ പ്രധാന ദൈവങ്ങളാണ് പ്രജാപതിയും വിഷ്ണുവും. ഗംഗാസമതലത്തിലെ പ്രധാന ദൈവങ്ങൾ ആരൊക്കെയായിരുന്നു? പ്രജാപതിയും വിഷ്ണുവും. വളരെ സങ്കീർണമായ ആചാരങ്ങളൊക്കെ ഇവർക്കുണ്ടായിരുന്നു. പ്രജാപതിയും വിഷ്ണുവായിരുന്നു ഗംഗാസമതലത്തിലെ പ്രധാന ദൈവങ്ങൾ. ഇവർക്ക് സങ്കീർണമായ ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വന്നപ്പോൾ ഇന്ദ്രനും അഗ്നിക്കും പ്രാധാന്യം നഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം പറഞ്ഞു അല്ലേ, ആര്യന്മാരുടെ പ്രധാന ദൈവം എന്ന് പറയുന്നത് ഇന്ദ്രനായിരുന്നു. പിന്നീട് പ്രജാപതിയും വിഷ്ണുവൊക്കെ വന്നപ്പോൾ ഈ ഇന്ദ്രൻ്റെ അഗ്നിയുടെയൊക്കെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. ഗംഗാസമതലത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് എതിരായിട്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് പ്രദേശങ്ങളിൽ ഉയർന്നു വന്ന ചിന്താരീതികൾ പിന്തുടർന്നവർ ശ്രമണർ എന്നറിയപ്പെട്ടു. ഗംഗാസമതലത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരായിട്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്താണ് എന്ത് വന്നത്? സപ്തസൈന്ധവം അല്ലേ. ആര്യന്മാർ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സപ്തസൈന്ധവ പ്രദേശത്ത് എത്തിയത് കുതിരകളെ കെട്ടിയ രഥങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിയാണ് അല്ലേ. ഇത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഗംഗാസമതലത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരായിട്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് സപ്തസൈന്ധവം എന്ന് പറയുന്നത് ഏത് ഭാഗത്താണ്? വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. ഓക്കെ, ഇത് വടക്ക് കിഴക്ക് ഭാഗത്താണ്. ഗംഗാസമതലത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരായിട്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് പ്രദേശങ്ങൾ ഉയർന്നു വന്ന ചിന്താരീതികൾ പിന്തുടർന്നവരാണ് ശ്രമണർ എന്ന് പറയുന്നത്. ശ്രമണർ. ഓക്കെ, ഈ ശ്രമണർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ ബുദ്ധമതക്കാരുണ്ട്, ജൈനമതക്കാരുണ്ട്, അജീവികന്മാരുണ്ട്, ചാർവാകന്മാരുണ്ട്. ഓക്കെ, ഈ ശ്രമണ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്നത് ജൈന ബുദ്ധ മതക്കാരും അജീവികന്മാരും ചാർവാകന്മാരും. ഇവരാണ് ശ്രമണ വിഭാഗത്തിൽപ്പെട്ടവർ. ഓക്കെ, ബുദ്ധൻ്റെ അഹിംസയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏഷ്യയുടെ പ്രകാശം എന്ന പുസ്തകം രചിച്ചത് എഡ്വിൻ അർണോൾഡാണ്. ഒരുപാട് തവണ പ്രീവിയസ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക. ബുദ്ധൻ്റെ അഹിംസയെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഏഷ്യയുടെ പ്രകാശം എന്ന കൃതി എന്ന പുസ്തകം ആരുടേതാണെന്ന് ചോദിച്ചാൽ എഡ്വിൻ അർണോൾഡാണ്. എഡ്വിൻ അർണോൾഡ്. ഓക്കെ, അഹിംസ പ്രധാന തത്വമായി സ്വീകരിച്ച് ബുദ്ധമതം സ്ഥാപിച്ചത് ശ്രീബുദ്ധനാണ്. എല്ലാവർക്കും നന്നായിട്ട് അറിയാം അല്ലേ. അഹിംസ പ്രധാന തത്വമായി സ്വീകരിച്ച് ബുദ്ധമതം സ്ഥാപിച്ചത് ആരാണ്? ശ്രീബുദ്ധനാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്: പ്രാർത്ഥന, യാഗം മുതലായവ ആഗ്രഹങ്ങൾക്ക് അറുതി വരുത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീബുദ്ധൻ പറഞ്ഞ എന്താണ്? പ്രാർത്ഥന നടത്തിയാലും യാഗം നടത്തിയാലും മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് അറുതി വരുമോ? ഇല്ല, അറുതി വരില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്: ദൈവത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ മനുഷ്യൻ്റെ ദുരിതങ്ങൾ എനിക്കറിയാം. ഇതാരുടെ വാക്കുകളാണ്? ശ്രീബുദ്ധൻ്റെ വാക്കുകളാണ്. ശ്രീബുദ്ധനാണെങ്കിൽ കർമ്മത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. പ്രവൃത്തിക്ക് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് ശ്രീബുദ്ധൻ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല, എന്നാൽ മനുഷ്യൻ്റെ ദുരിതങ്ങൾ എനിക്കറിയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്: ഭൂമിയിലെ ജീവിതം ദുഃഖപൂർണ്ണമാണ്, ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. അപ്പോൾ ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞ ശ്രീബുദ്ധനാണ്. ഭൂമിയിലെ ജീവിതം ദുഃഖപൂർണ്ണമാണെന്ന് പറഞ്ഞത് ശ്രീബുദ്ധനാണ്. ദൈവത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞതും മനുഷ്യൻ്റെ ദുരിതങ്ങൾ അറിയാമെന്ന് പറഞ്ഞതും ശ്രീബുദ്ധനാണ്. പ്രാർത്ഥനയും യാഗവും ആഗ്രഹങ്ങൾക്ക് അറുതി വരുത്തില്ല എന്ന് പറഞ്ഞതും ശ്രീബുദ്ധനാണ്. ഓക്കെ, BCE 6-ാം നൂറ്റാണ്ടിൽ വളർന്നു വന്ന കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായവയായിരുന്നു ബുദ്ധമത തത്വങ്ങൾ. BCE 6-ാം നൂറ്റാണ്ടിൽ വളർന്നു വന്ന കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായവയായിരുന്നു ബുദ്ധമത തത്വങ്ങൾ. ബുദ്ധമത തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ത്രിപിടകങ്ങൾ ബുദ്ധമത തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ത്രിപിടകങ്ങൾ ഏത് ഭാഷയിലാണ്? ത്രിപിടകങ്ങൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബുദ്ധമത തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ത്രിപിടകങ്ങൾ പാലി ഭാഷയിലാണ് എഴുതിയത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ബുദ്ധമത തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ത്രിപിടകങ്ങൾ ഏത് ഭാഷയിൽ എഴുതിയതാണെന്ന് ചോദിച്ചാൽ പാലി ഭാഷയിലാണ്. ഈ ബുദ്ധമത തത്വത്തിലെ ത്രിപിടകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? ഏതൊക്കെയാണ്? വിനയപിടകം, സൂത്തപിടകം, അഭിധമ്മ പിടകം. വിനയപിടകം, സൂത്തപിടകം, അഭിധമ്മ പിടകം. ബുദ്ധമതത്തിൻ്റെ പ്രചാരണത്തിനായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നിർമ്മിച്ച ചൈത്യങ്ങൾ ക്ഷേത്രങ്ങളാണ്.
ചൈത്യങ്ങൾ എന്താണ്? ക്ഷേത്രങ്ങളാണ്. ബുദ്ധമതത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ചൈത്യങ്ങൾ മാത്രമല്ല നിർമ്മിച്ചത്, ഗുഹകൾ, വിഹാരങ്ങൾ, സന്യാസി മഠങ്ങൾ, സ്തംഭങ്ങൾ എന്നിവയൊക്കെ നിർമ്മിച്ചു. ഇതിൽ ചൈത്യങ്ങൾ ക്ഷേത്രങ്ങളാണ്. അതുപോലെ തന്നെ ബുദ്ധമതത്തിൻ്റെ പ്രചാരണത്തിനായി സ്ഥാപിച്ച വിഹാരങ്ങൾ എന്ന് പറയുന്നത് സന്യാസി മഠങ്ങൾ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. വിഹാരങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? സന്യാസി മഠങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നു. ബുദ്ധമത പഠനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പ്രധാന കേന്ദ്രങ്ങളായിരുന്ന സർവകലാശാലകളാണ് നളന്ദ, തക്ഷശില, വിക്രമശില. ബുദ്ധമത പഠനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പ്രധാന കേന്ദ്രങ്ങളായിരുന്ന സർവകലാശാലകളാണ് നളന്ദ, തക്ഷശില, വിക്രമശില. ഓക്കെ. അതുപോലെ തന്നെ ഈ ബുദ്ധമതം രണ്ടായിട്ട് തിരിഞ്ഞു. എന്തൊക്കെയാണ്? മഹായാനമെന്നും ഹീനയാനമെന്നും. അപ്പോൾ ഏത് മതമാണ് മഹായാനമെന്നും ഹീനയാനമെന്നും രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടത്? ബുദ്ധമതമാണ് അങ്ങനെ വിഭജിക്കപ്പെട്ടത്. ശ്രീബുദ്ധൻ എവിടെയാണ് ജനിച്ചത്? ലുംബിനിയിലാണ് ജനിച്ചത്. ലുംബിനിയിലാണ് ആര് ജനിച്ചത്? ശ്രീബുദ്ധൻ ജനിച്ചത്. അതുപോലെ ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ കുഞ്ഞു കുട്ടികൾക്ക് പറയാം. ഏതാണ്? ബോധഗയ. ബോധഗയയിൽ വെച്ചാണ് ശ്രീബുദ്ധനും ബോധോദയം ലഭിച്ചത്. എന്നാൽ അദ്ദേഹം ജനിച്ചത് ലുംബിനിയിലാണ്. എന്നാൽ ശ്രീബുദ്ധൻ പരിനിർവാണം പ്രാപിച്ചത് അല്ലെങ്കിൽ മരണപ്പെട്ടത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ കുശിനഗരത്തിൽ നിന്നാണ്. കുശിനഗരത്തിൽ വെച്ചാണ് ശ്രീബുദ്ധൻ പരിനിർവാണം പ്രാപിച്ചത് അല്ലെങ്കിൽ മരണപ്പെട്ടത്. പിന്നെ മതചടങ്ങിന് പകരം ധാർമ്മിക ജീവിതത്തിന് പ്രാധാന്യം നൽകിയിരുന്ന മതമാണ് ബുദ്ധമതം. മതചടങ്ങുകൾക്ക് പകരം ധർമ്മത്തിലധിഷ്ഠിതമായ ധാർമ്മിക ജീവിതത്തിനാണ് ഏത് മതം പ്രാധാന്യം നൽകിയിരുന്നത്? ബുദ്ധമതം പ്രാധാന്യം നൽകിയിരുന്നത്. അതുപോലെ തന്നെ ബുദ്ധമത കേന്ദ്രങ്ങളായ രാജ്യങ്ങളാണ് മ്യാൻമാർ, ജപ്പാൻ, ചൈന, ശ്രീലങ്ക, ജാവ, സുമാത്ര. അപ്പോൾ ബുദ്ധമത കേന്ദ്രങ്ങളായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മ്യാൻമാർ, ജപ്പാൻ, ചൈന, ശ്രീലങ്ക, ജാവ, സുമാത്ര. ഒന്നുകൂടെ: മ്യാൻമാർ, ജപ്പാൻ, ചൈന, ശ്രീലങ്ക, ജാവ, സുമാത്ര. പഠിച്ചല്ലോ അല്ലേ? അപ്പോൾ ശ്രീബുദ്ധൻ പരിനിർവാണം പ്രാപിച്ചത് എവിടെയാണ് അല്ലെങ്കിൽ മരണപ്പെട്ടത് എവിടെയാണ്? കുശിനഗരം. ബോധോദയം ലഭിച്ചത് എവിടെയാണ്? ബോധഗയ. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ലുംബിനി. അതുപോലെ സാരാനാഥിലെ സ്തംഭം ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചെറിയ കുട്ടികൾ വരെ പറയും ഏത് മതമാണ്? ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സാരാനാഥിലെ സ്തംഭം ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ജൈനമതമാണ്. ജൈനമതം സ്ഥാപിച്ചത് ആരാണ്? അതും എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വർദ്ധമാന മഹാവീരൻ. വർദ്ധമാന മഹാവീരനാണ് ജൈനമതം സ്ഥാപിച്ചത്. വൈദികാചാരം, ജാതി വ്യവസ്ഥ എന്നിവയൊക്കെ തള്ളിക്കളഞ്ഞ മതമാണ് ജൈനമതം. അപ്പോൾ ജൈനമതം സ്ഥാപിച്ചത് ആരാണ്? വർദ്ധമാന മഹാവീരൻ. വൈദികാചാരത്തെയും ജാതി വ്യവസ്ഥയും ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഉടലെടുത്ത് വന്ന മതമാണ് ജൈനമതം. ശ്രീബുദ്ധൻ്റെ സമകാലികനായിരുന്നു മഹാവീരൻ. വർദ്ധമാന മഹാവീരനും ശ്രീബുദ്ധനും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരായിരുന്നു. മഹാവീരൻ്റെ ജന്മസ്ഥലം വൈശാലി. എന്നാൽ ശ്രീബുദ്ധൻ ജനിച്ചത് എവിടെയാണ്? ലുംബിനി. ഇത് തെറ്റിപ്പോവരുത്, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. ശ്രീബുദ്ധൻ ജനിച്ചത് ലുംബിനി. ശ്രീബുദ്ധൻ്റെ സമകാലികനായിരുന്ന മഹാവീരൻ ജനിച്ചത് വൈശാലി. ഓക്കെ. മഹാവീരൻ നിർവ്വാണം പ്രാപിച്ചത് പവപുരി. പാവപുരി എന്നും പറയാം, പവപുരി എന്നും പറയാം. ശ്രീബുദ്ധൻ പരിനിർവാണം പ്രാപിച്ചത് കുശിനഗരം. എന്നാൽ മഹാവീരൻ നിർവ്വാണം പ്രാപിച്ചത് പാവപുരി. ഓക്കെ. ജൈനമത വിശ്വാസം അനുസരിച്ച് 24 തീർത്ഥങ്കരന്മാരുണ്ട്. ജൈനമതത്തിൽ 24 തീർത്ഥങ്കരന്മാരാണുള്ളത്. 24ാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. അപ്പോൾ ഇത് അഹിംസയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന മതം തന്നെയാണ് ജൈനമതവും. പിന്നെ മനുഷ്യൻ, ജീവജാലങ്ങൾ എന്നിവയൊന്നും ഹിംസിക്കാൻ പാടില്ല എന്നത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിരുന്നു. പിന്നെ ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവയിൽ അധിഷ്ഠിതമാണ് ശരിയായ ജീവിതം എന്ന് ജനങ്ങളെ ഉപദേശിച്ച വ്യക്തിയാണ് മഹാവീരൻ. എന്താണ്? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവയിൽ അധിഷ്ഠിതമായിരിക്കണം ജീവിതം എന്ന് ജനങ്ങളെ ഉപദേശിച്ച വ്യക്തിയാണ് മഹാവീരൻ. ഇത് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഇത് ഏത് മതത്തിൻ്റെ പ്രത്യേകത എന്നായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. കളവ് പറയാൻ പാടില്ല, കൊലപാതകം, മോഷണം, സ്വത്ത് സമ്പാദനം ഇതെല്ലാം വിലക്കിയ മതമാണ് ജൈനമതം. ഏതാണ്? കളവ് പറയൽ, കൊലപാതകം, മോഷണം, സ്വത്ത് സമ്പാദനം ഇവയ്ക്കെല്ലാം എതിരായിരുന്ന മതമായിരുന്നു ജൈനമതം. ശ്രാവണ ബെൽഹോളയിലെ ഗോമതേശ്വര പ്രതിമ കർണാടകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രാവണ ബെൽഗോളയിലെ ഗോമതേശ്വര പ്രതിമ കർണാടകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്.
പിന്നെ ജൈനമതത്തിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമായിരുന്നു. ശ്രാവണ ബെൽഗോളയിലെ ഗോമതേശ്വര പ്രതിമ ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അത് കർണാടകയിലാണെന്ന് ഞാൻ പറഞ്ഞു. ശ്രാവണ ബെൽഗോളയിലെ ഗോമതേശ്വര പ്രതിമ ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. അത് ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജൈനമതത്തിൽ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ജൈനമതത്തിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെന്നത് നിർബന്ധമായിരുന്നു. പിന്നെ ഈ ജൈനമതം രണ്ടായിട്ട് തിരിഞ്ഞു, ശ്വേതംബരന്മാരെന്നും ദിഗംബരന്മാരെന്നും. എന്നാൽ ബുദ്ധമതം എന്തായിട്ട് തിരിഞ്ഞു? ഓർമ്മിക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കുക. ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ ഓർമ്മിച്ചെടുക്കുക. വേണമെങ്കിൽ പറയാം മഹായാനമെന്നും ഹീനയാനമെന്നും. ഓക്കെ, ഓർമ്മ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ജൈനമതം എങ്ങനെയാണ് തിരിഞ്ഞത്? ശ്വേതംബരന്മാരെന്നും ദിഗംബരന്മാരെന്നും രണ്ടായിട്ട് പിരിഞ്ഞത് ജൈനമതമാണ്. ഓക്കെ, ശ്രാവണ ബെൽഗോളയിലെ ഗോമതേശ്വര പ്രതിമ ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൈനമതം. ഏത് സംസ്ഥാനത്താണ്? കർണാടകത്തിലാണ്. ജൈനമതത്തിലെ പ്രധാന ഭാഷ പ്രാകൃതമായിരുന്നു. പ്രാകൃത ഭാഷയാണ് ജൈനമതത്തിലെ പ്രധാന ഭാഷ എന്ന് പറയുന്നത്. അതുപോലെ ബുദ്ധമത കേന്ദ്രമായ ഭാർഹുദ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. പിന്നെ പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങൾ 16 എണ്ണമായിരുന്നു. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങൾ എത്രയായിരുന്നു? 16 എണ്ണമായിരുന്നു. മഹാജനപദങ്ങൾ എത്രയായിരുന്നു? 16 എണ്ണമായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ജനങ്ങൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ അവരുടെ പാദമൂന്നിയ സ്ഥലമാണ് ജനപദം എന്നറിയപ്പെടുന്നത്. ജനങ്ങൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ അവരുടെ പാദമൂന്നിയ സ്ഥലമാണ് ജനപദം എന്നറിയപ്പെടുന്നത്. ഈ ജനപദത്തിൽ രാജവാഴ്ചയുണ്ടായിരുന്നു, പിന്നെ ഗണസംഘങ്ങളുടെ ഭരണവും ഉണ്ടായിരുന്നു. ഗോത്രങ്ങളുടെയോ ഗോത്രത്തലവന്മാരുടെയോ സംഘങ്ങളാണ് ഗണസംഘങ്ങൾ. സംഘങ്ങളാണ് ഗണസംഘം എന്ന് പറയുന്നത്. ഈ ഗണസംഘത്തിനകത്ത് ഐക്യം ഉണ്ടായിരുന്നു, ജനാധിപത്യം ഉണ്ടായിരുന്നു, പൊതു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങൾ 16 എണ്ണം ഉണ്ടായിരുന്നു. ജനങ്ങൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ അവരുടെ പാദമൂന്നിയ സ്ഥലമാണ് ജനപദം എന്നറിയപ്പെട്ടിരുന്നത്. ഈ ജനപദത്തിൽ രാജവാഴ്ചയും ഗണസംഘങ്ങളുടെയും ഭരണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗണസംഘം എന്ന് പറയുന്നത് ഗോത്രങ്ങളുടെയോ ഗോത്ര തലവന്മാരുടെയോ സംഘമാണ് ഗണസംഘം എന്ന് പറയുന്നത്. ഈ ഗണസംഘത്തിൽ ജനാധിപത്യം ഉണ്ടായിരുന്നു, ഐക്യമുണ്ടായിരുന്നു, പൊതു തീരുമാനം ഉണ്ടായിരുന്നു. ഓക്കെ, ഏത് പർവ്വതത്തോട് അടുത്തു കിടക്കുന്ന പ്രദേശങ്ങളിലായിരുന്നു ഗണസംഘം നിലനിന്നിരുന്നതെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, ഹിമാലയമാണ്. ഓക്കെ, രാജവാഴ്ച ഗംഗാസമതല പ്രദേശത്താണ് നിലനിന്നിരുന്നത്. മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായിരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായിരുന്നത് മഗധയാണ്. ഓക്കെ, ഈ മഗധ എന്ന് പറയുന്നത് മഹാജനപദങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ജനപദങ്ങൾ ചേർന്നതാണ് മഹാജനപദങ്ങൾ. ജനപദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ അവരുടെ പാദമൂന്നിയ സ്ഥലമാണ് ജനപദം. മഹാജനപദം എന്ന് പറഞ്ഞാൽ കുറേ ജനപദങ്ങൾ ചേർന്നതാണ് മഹാജനപദം. ഈ മഹാജനപദങ്ങൾ ഏറ്റവും ശക്തമായിരുന്നത് മഗധയാണ്. മഗധയുടെ ആദ്യ തലസ്ഥാനം എന്ന് പറയുന്നത് രാജഗൃഹമാണ്. 5 മലകളാൽ ചേർന്ന് ഒരു കോട്ട പോലെയാണ് ഈ രാജഗൃഹം കാണപ്പെട്ടത്. ഓക്കെ, മഗധ ഭരിച്ച പ്രധാന ഭരണാധികാരികളും രാജവംശങ്ങളും നോക്കുവാണെങ്കിൽ ബിംബിസാരൻ ഭരിച്ചിരുന്ന രാജവംശം ഹര്യങ്ക രാജവംശം, അജാതശത്രുവും ഹര്യങ്ക രാജവംശമാണ്. അപ്പോൾ ബിംബിസാരനും അജാതശത്രുവും ഹര്യങ്ക രാജവംശമാണ് ഭരിച്ചിരുന്നത്. ശിശുനാഗ രാജവംശവും കാലശോകൻ ശിശുനാഗ രാജവംശവും ഭരിച്ചിരുന്നു. ശിശുനാഗനും കാലശോകനും ശിശുനാഗ രാജവംശവും മഹാപത്മനന്ദൻ നന്ദരാജവംശവും ഭരിച്ചിരുന്നു. മഹാപത്മനന്ദൻ ഏത് രാജവംശമായിരുന്നു? നന്ദരാജവംശവും ഭരിച്ചിരുന്നു. ഓക്കെ, പിന്നെ ബുദ്ധ ജൈന മതത്തിൻ്റെ പൊതു സവിശേഷതകൾ എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ഭാഷയായ പ്രാകൃത്, പാലി എന്നീ ഭാഷകൾ ആശയം പ്രചരിപ്പിക്കപ്പെട്ടു എന്നതാണ്. ഓക്കെ, ബുദ്ധ ജൈന മതത്തിൻ്റെ പൊതുവായിട്ടുള്ള പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഇവർ ആശയവിനിമയം ചെയ്തു. ഓക്കെ, അടുത്ത് മാസിഡോണിയ അല്ലെങ്കിൽ ഗ്രീസ്. മാസിഡോണിയയിലെ ഭരണാധികാരിയായിരുന്നു അലക്സാണ്ടർ. അപ്പോൾ മാസിഡോണിയയിലെ ഭരണാധികാരി ആരായിരുന്നു? അലക്സാണ്ടർ. മാസിഡോണിയയിലെ ഭരണാധികാരിയായിരുന്നു അലക്സാണ്ടർ. അലക്സാണ്ടർ അരിസ്റ്റോട്ടലിൻ്റെ ശിഷ്യനായിരുന്നു. അലക്സാണ്ടർ എന്ന് പറയുന്നത് വ്യക്തി എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രത്തിലും ചരിത്രത്തിലും വളരെയധികം താല്പര്യം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അലക്സാണ്ടർ. അതുപോലെ അലക്സാണ്ടർ ആക്രമിച്ച പ്രദേശങ്ങളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ,
മാസിഡോണിയ ഇന്ത്യ ആക്രമിച്ചതോടെ പിന്നെ കരയിലും കടലിലും വാണിജ്യപാത സൃഷ്ടിക്കപ്പെട്ടു. മാസിഡോണിയ ഇന്ത്യ ആക്രമിച്ചതോടെയാണ് കരയിലും കടലിലും വാണിജ്യപാത സൃഷ്ടിക്കപ്പെട്ടത്. ഓക്കെ. അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ച വർഷമാണ് BCE 327. മാസിഡോണിയ ഇന്ത്യ ആക്രമിച്ചത് അല്ലെങ്കിൽ അലക്സാണ്ടർ അല്ലേ ഇന്ത്യ ആക്രമിച്ചതോടെ എന്ത് സംഭവിച്ചു? കരയിലും കടലിലും വാണിജ്യപാത സൃഷ്ടിക്കപ്പെട്ടു. എന്നാണ് അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ചത്? BCE 327 അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിച്ചത്. അലക്സാണ്ടറിന് മുമ്പ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശം കീഴടക്കിയ പേർഷ്യൻ ഭരണാധികാരിയാണ് സൈറസ്. ഓക്കെ. അലക്സാണ്ടറിന് മുമ്പ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശം കീഴടക്കിയ പേർഷ്യൻ ഭരണാധികാരിയായിരുന്നു സൈറസ്. സൈറസിന് ശേഷം ഇന്ത്യ ആക്രമിച്ച് സിന്ധ്, പഞ്ചാബ് എന്നിവ കൈവശപ്പെടുത്തിയത് ഡാരിയസ് ഒന്നാമനാണ്. സൈറസിന് ശേഷം ഇന്ത്യയെ ആക്രമിച്ച് സിന്ധ്, പഞ്ചാബ് എന്നിവ കൈവശപ്പെടുത്തിയത് ഡാരിയസ് ഒന്നാമനാണ്. ഖരോഷ്ടി എന്ന പുതിയ ലിപി ഇന്ത്യയിൽ കൊണ്ടുവന്നത് പേർഷ്യക്കാരാണ്. ഖരോഷ്ടി എന്ന പുതിയ ലിപി ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? പേർഷ്യക്കാരാണ്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 8ാമത്തെ അധ്യായമായ ഗംഗാ സമതലത്തിലേക്ക് എന്ന പാഠഭാഗത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ മാക്സിമം എല്ലാ പോയിന്റുകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിന് പരീക്ഷകൾക്ക് പ്രാധാന്യം ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എന്ന് നിങ്ങളുടെ കമൻറ്റിലൂടെ മാത്രമേ എനിക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടോ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.